ഈ കടുക് പൊട്ടിച്ചത് ഇതിനകത്തോട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മോര് കാച്ചിയത് റെഡി. കുമ്പളങ്ങയിട്ട് മോര് കാച്ചാൻ പോവുകയാണ്. ചൂടായ ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3-4 കീറിയ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് നമുക്ക് വഴറ്റാം. ഇതൊരു 30 സെക്കൻഡ്സ് ഫ്രൈ ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 സവോള നീളത്തിലരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വാടി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരല്പം കായം. മഞ്ഞൾപ്പൊടിയും കായവും ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലോട്ട് വലിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 1/2 കപ്പ് കുമ്പളങ്ങ കാണുമായിരിക്കും. ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുമ്പളങ്ങ വേകാനായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. കുമ്പളങ്ങയ്ക്ക് വലിയ വേവൊന്നുമില്ല. എന്നിട്ട് തണുക്കാനായി വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ഒഴിക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ തൈര് ഒഴിക്കാൻ പാടുള്ളൂ. ഞാനിവിടെ 2 കപ്പ് കട്ടി തൈര് വെള്ളം ഒഴിക്കാതെ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊഴിച്ച് നമുക്ക് ഇളക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ചെറു തീയിൽ ഇതൊന്ന് ചൂടാക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂട് കൂടിപ്പോയാൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ആവി വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആവി വന്നു തുടങ്ങി. ഇനി സ്റ്റൗ ഓഫാക്കാം. കടുക് ഇറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പം കടുകും ഉലുവയും ഇട്ട് ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞത്, ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി, 3-4 പച്ചമുളക് കീറിയത്, 2 ഉണക്കമുളക്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കാച്ചിയ മോരിലോട്ടൊഴിച്ച് ഇളക്കി യോജിപ്പിക്കാം. വളരെ എളുപ്പത്തിൽ കുമ്പളങ്ങയായിട്ട് കാച്ചിയ മോര് റെഡിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.